الحمد لله الواحد القهار الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونفس وما سواها فألهمها فجورها وتقواها. قد أفلح من زكاها وقد خاب من دساها. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. എത്രയും സ്നേഹ ആദരവുകൾ നിറഞ്ഞ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുവാൻ എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. സർവ്വനാഥനായ അല്ലാഹു നമ്മിൽ നിന്ന് ഈ നിമിഷം വരെ വന്നുപോയ സകലമായ പാപങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമുക്കും ബന്ധപ്പെട്ടവർക്കുമുള്ള മുഴുവൻ അസുഖങ്ങളും പൂർണ്ണമായി ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ നമ്മുടെ ഇഷ്ടക്കാർ, ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജയിലുകളിലും മറ്റു പ്രയാസങ്ങളിലും കഴിയുന്ന മുഴുവൻ വിശ്വാസികൾക്കും അല്ലാഹു മോചനം നൽകി അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് നൽകുമാറാവട്ടെ. പരിശുദ്ധ റമദാൻ ഷരീഫുമായി ബന്ധപ്പെട്ട് നാം എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഒരുങ്ങേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നാം ചർച്ച ചെയ്യും. നാം റമദാനു വേണ്ടി നമ്മുടെ വീടകങ്ങള്, നമ്മുടെ ഗ്രഹോപകരണങ്ങള് ശുദ്ധീകരിച്ച് റമദാനിനെ സ്വാഗതം ചെയ്യാൻ തയ്യാറാകുന്നവരാണ് നാം. പള്ളികളിലെ പെയിന്റ് അടിക്കുകയും ആവശ്യമായ വസ്തുക്കൾ പുനർക്രമീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് നാം പള്ളികളിൽ റമദാനിനെ സ്വാഗതം ചെയ്യാം. എന്നാൽ വ്യക്തിപരമായി നമ്മുടെ ഒരു വിശുദ്ധി, ഒരു ശുദ്ധീകരണ പ്രവർത്തനം നടത്തിയിട്ട് റമദാനിനെ സ്വീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കില്ല എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തിലെ വിവിധ അവയവങ്ങൾ, ആ അവയവങ്ങൾ കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാൻ വരെ ചെറുതും വലുതുമായ പാപങ്ങളിൽ വ്യാപൃതരായിട്ടുണ്ടാവാം. പാപഭംഗിതമായ ആ അവയവങ്ങളെയൊക്കെ പാപത്തിൽ നിന്ന് വിശുദ്ധീകരിച്ചിട്ടായിരിക്കണം റമദാനിനെ നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നമ്മുടെ ഹൃദയം. നമ്മുടെ ചിന്തയുടെയും നമ്മുടെ ബുദ്ധിയുടെയും യുക്തിയുടെയും എല്ലാം പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു അവയവമാണ് ഹൃദയം. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ചലനവിചലനങ്ങളെ നിയന്ത്രിക്കുന്നതും ആ ഒരു പ്രധാനപ്പെട്ട ഘടകവും ഹൃദയം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൃദയത്തെ സംബന്ധിച്ച് ഈ രണ്ടർത്ഥത്തിലും ഒരു ഹദീസ് നമ്മെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്.
ഇദാ സ്വലഹത് സ്വലഹൽ ജസദ് കുല്ലുഹു. ആ അവയവം, ആ മാംസപിണ്ഡം അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി. ഹൃദയത്തിന്റെ ഇടിപ്പും അതിന്റെ സ്പന്ദനവും വളരെ കൃത്യമായിട്ട് നടക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായി നടക്കും. നമ്മുടെ കൈകാലുകളുടെ ചലനങ്ങൾ, നമ്മുടെ കണ്ണിന്റെ കാഴ്ചയും നമ്മുടെ ചെവിയുടെ ശ്രവണവും എല്ലാം നന്നായി നടക്കും എന്ന ഒരു വ്യംഗ്യമായ അർത്ഥം അതിലുണ്ട്. അതോടൊപ്പം നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകൾ അത് നന്നായാൽ നമ്മുടെ കൈകാലുകളെ കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അത് നല്ലതായിരിക്കും. നമ്മുടെ കണ്ണിന്റെ കാഴ്ച അത് നന്മയിലായിരിക്കും. നമ്മുടെ ചെവിയുടെ ശ്രവണം അത് നല്ലതായിരിക്കും. അങ്ങനെ ഒരു അർത്ഥമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു പദത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു. ആ ഹൃദയത്തിന്റെ പ്രവർത്തനം അത് നാശമായി കഴിഞ്ഞാൽ, അവിടെ ബ്ലോക്കുണ്ടായി, അതിന്റെ സ്പന്ദനം, അതിന്റെ ഇടിപ്പ് പ്രശ്നത്തിലായി കഴിഞ്ഞാൽ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രശ്നത്തിലാവും, പ്രയാസത്തിലാകും, ബുദ്ധിമുട്ടിലാകും. അതിന്റെ ചിന്തകൾ മോശമായി കഴിഞ്ഞാലോ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാവുന്നതും മോശമായതായിരിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഹൃദയ വിശുദ്ധിയോടുകൂടിയായിരിക്കണം പരിശുദ്ധ റമദാനിനെ നാം സ്വാഗതം ചെയ്യേണ്ടത്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. റബ്ബി ലാ തുഹ്സിനി യൗമ യുബഅസൂൻ. നാളെ ഖിയാമത്ത് നാളിൽ ജനങ്ങളെ അഖിലവും ഒരുമിച്ച് കൂട്ടുന്ന ആ മഹ്ശറയിൽ എന്നെ നീ നിന്ദ്യരാക്കരുതേ റബ്ബേ. എന്നെ നീ ജനങ്ങൾക്ക് മുന്നിൽ പരിഹാസ്യനാക്കരുതേ റബ്ബേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നു. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. അന്നേ ദിവസം സമ്പത്തോ സന്താനങ്ങളോ ഉപകാരപ്പെടാത്ത ദിവസമാണ്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. പാപത്തിൽ നിന്ന് മുക്തമായ സുരക്ഷിതമായ ഹൃദയവുമായി വന്നവന് മാത്രമേ അന്ന് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോ നമ്മുടെ ഹൃദയം പാപമുക്തമായി പാപത്തിൽ നിന്ന് വിശുദ്ധി ഉൾക്കൊണ്ടതാക്കി മാറ്റേണ്ടത് വളരെ അനിവാര്യമാണ്. റമദാൻ ശരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞത് പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ വിശുദ്ധിയുള്ളവരായി തീരാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധി അത് നമ്മുടെ ഹൃദയത്തിന്റെ വിശുദ്ധിയാണ് കുടികൊള്ളുന്നത്. വനഫ്സിൻ വമാ സവ്വാഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യ ചന്ദ്രാദികളെ, പകലുകളെ സത്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയതിനു ശേഷം പറയുകയാണ് വനഫ്സിൻ വമാ സവ്വാഹ. മനുഷ്യന്റെ ഹൃദയത്തെ തന്നെയാണ് സത്യം. ആ ഹൃദയത്തെ ശരിപ്പെടുത്തിയ നാഥനെ തന്നെയാണ് സത്യം. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. ആ ഹൃദയത്തിലേക്ക് അതിന്റെ തിന്മയെയും അതിന്റെ വിശുദ്ധിയെയും നാം ബോധം നൽകിയിട്ടുണ്ട്. എന്താണ് ഹൃദയത്തിന്റെ മോശമായ ചിന്തകൾ, എന്താണ് ഹൃദയത്തിന്റെ വിശുദ്ധി എന്ന് നാം ഓരോ മനുഷ്യർക്കും ബോധനം നൽകിയിട്ടുണ്ട്. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. ഖദ് അഫ്ലഹ മൻ സക്കാഹാ. ഖദ് അഫ്ലഹ മൻ സക്കാഹാ. ആ ഹൃദയത്തെ ആരാണോ പരിശുദ്ധിപ്പെടുത്തിയത്, വിശുദ്ധമാക്കിയത്, അവർ വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹാ.
വഖദ് ഖാബ മൻ ദസ്സാഹ, ആരാണോ ആ ഹൃദയത്തെ കളങ്കപ്പെടുത്തിയത് അവൻ നശിച്ചിരിക്കുന്നു, പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പോ ഹൃദയം വിശുദ്ധമാക്കി വെക്കേണ്ടതുണ്ട്. ഹൃദയത്തിൽ നമുക്കറിയാം ഒട്ടനവധി പാപങ്ങൾ ഹൃദയത്തിന്റെ സംവിധാനത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതിൽ പ്രധാനമായത് അഹങ്കാരമാണ്, അഹന്തയാണ്. അതുപോലെ ലോകമാന്യത, അതുപോലെ തന്നെ കോപം, അതുപോലെ ഹസദ്, അസൂയ. ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നിർഗളിച്ചു വരുന്ന തിന്മകളുടെ ഒരു കൂട്ടമുണ്ട്. ഇതൊക്കെ അള്ളാഹുവുമായി ബന്ധപ്പെട്ടതിനപ്പുറം നമ്മുടെയൊക്കെ സഹകരണ ജീവിതത്തിൽ നാം പാലിക്കേണ്ട അല്ലെങ്കിൽ മാറ്റി നിർത്തേണ്ട തിന്മകളാണ് എന്ന് നാം ബോധ്യപ്പെടേണ്ടതുണ്ട്. അഹങ്കാരം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഹങ്കാരത്തെ സംബന്ധിച്ച് നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താണ് പ്രവാചകരെ അഹങ്കാരം എന്ന് സഹാബാക്കൾ ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഹങ്കാരത്തെ സംബന്ധിച്ച് നമ്മെ കൃത്യമായി ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. സത്യത്തെ നിരാകരിക്കലും തന്റെ സഹോദരനെ അവമതിക്കലുമാണ് അഹങ്കാരം എന്നതാണ്. എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ അഹങ്കാരത്തിന്റെ ഒരു അണുമണി തൂക്കമുണ്ടോ എന്ന് നാം ആലോചിക്കണം. ആ അഹങ്കാരത്തെ മാറ്റി നിർത്തിയിട്ട് ഇഖ്ലാസ് കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറക്കണം. തവാദു കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറക്കണം. വിനയം കൊണ്ട് നിറക്കേണ്ടതുണ്ട്. എന്താണ് അഹങ്കാരം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ബത്തറുൽ ഹഖ്, തന്റെ മുന്നിൽ വളരെ കൃത്യമായി ഒരു കാര്യത്തിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടു കഴിഞ്ഞു. തന്റെ നാവിൽ നിന്ന് ഉണ്ടായത് തെറ്റായി പോയി, തന്റെ പ്രവർത്തനത്തിൽ നിന്ന് ഉണ്ടായത് തെറ്റായി പോയി എന്ന് ബോധ്യപ്പെട്ടു. പറഞ്ഞു തന്നപ്പോ മനസ്സിലായി അത് തെറ്റായി പോയി. എങ്കിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി, അള്ളാഹുവിനോട് എനിക്ക് തെറ്റുപറ്റിപ്പോയി, അല്ല എന്റെ സഹോദരനോട്, എന്റെ സഹോദരോട്, എന്റെ അനുജനോട്, എന്റെ ജ്യേഷ്ഠനോട് എനിക്ക് തെറ്റുപറ്റിപ്പോയി, മാപ്പാക്കണമെന്ന് പറയുകയാണ് തവാളു. അല്ല, അവിടെ അതിനെ ന്യായീകരിച്ച് ബത്തറുൽ ഹഖ്, സത്യത്തെ നിരാകരിക്കുക. പിന്നെ താൻ ചെയ്തതിനെ, താൻ പറഞ്ഞതിനെ ന്യായീകരിച്ച് അതിന് സ്ഥാപിത ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നതിന് അഹങ്കാരം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചിട്ട് അല്ലാഹു മാലാകമാരോട് പറഞ്ഞു, ആദം അലൈഹിസ്സലാമിനെ ബഹുമാനിക്കേണ്ടതുണ്ട്, ബഹുമാന സൂചകമായി നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടതുണ്ട്. ഇബ്ലീസ് പറഞ്ഞു, എനിക്ക് സാധ്യമല്ല. അള്ളാഹുവിനോട് സാധ്യമല്ല എന്ന് പറഞ്ഞത് തെറ്റാണ്. ഞാൻ ആദമിനെ അനുഗ്രഹിച്ചിരിക്കുന്നു, ആദമിനെ ഞാൻ ബഹുമാനിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ സുജൂദ് ചെയ്യണമെന്ന് പറയുമ്പോൾ ന്യായീകരണമാണ്. ഖലഖ്തനീ മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ, ഞാൻ തീനാൽ സൃഷ്ടിക്കപ്പെട്ട ഉന്നതനാണ്, അവൻ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട അധമനാണ്, അതുകൊണ്ട് അവന് സുജൂദ് ചെയ്യാൻ എനിക്ക് സാധ്യമല്ല. അവിടെയാണ് രണ്ടാമത്തെ ഭാഗം കിടക്കുന്നത്. വഗംതുന്നാസ്, ജനങ്ങളെ അവമതിക്കുക. തന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചു പോയാൽ അതിനെ തിരുത്തി തന്നയാൾ അല്ലെങ്കിൽ ശരി കാണിച്ചു തന്നയാൾ തന്നെക്കാൾ അവമതിക്കപ്പെട്ട അധമനാണ് എന്നൊരു തോന്നല്. ഓ, നീയാണോ എന്നെ തിരുത്താൻ എന്നൊരു തോന്നലുണ്ടല്ലോ. അവന്റെ കുലമോ, അവന്റെ ഭാഷയോ, അവന്റെ വണ്ണമോ, അവന്റെ വലിപ്പമോ, അവന്റെ ചെറുപ്പമോ നോക്കിയിട്ട് നീ എന്നെ തിരുത്താനായിട്ടില്ല,
അവനെ നിസ്സാരവൽക്കരിക്കുക. ജനങ്ങളെ, ചിലപ്പോ ഭാര്യയായിരിക്കും നമുക്കൊരു തെറ്റ് പറഞ്ഞു തന്നത്, നിങ്ങൾ ചെയ്ത് ശരിയായില്ല. അത് അള്ളാഹു പറഞ്ഞതിന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്, അല്ലെങ്കിൽ സാമൂഹികമായ പ്രവർത്തനങ്ങൾക്ക് എതിരാണ് എന്റെ വായിൽ നിന്നുണ്ടായത് എന്ന് മോള് തിരുത്തി തന്നു, എന്റെ ഭാര്യ തിരുത്തുന്നെങ്കിൽ അത് അംഗീകരിക്കുക എന്നുള്ളതാണ് തവാദു. ന്യായീകരിക്കുക എന്നുള്ളതാണ് കിബർ. ആ കിബറിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധമാക്കിയിട്ട് വേണം നാം റമദാനിലേക്ക് കടന്നു വരാൻ. ഓരോ പാപങ്ങളെയും കൃത്യമായി നമ്മൾ പഠിക്കുകയും അത് എന്റെ ഹൃദയത്തിലുണ്ടോ എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ബോധ്യപ്പെടുത്തുന്നുണ്ട്, അൽ കിബ്രിയാഉ, കിബ്രിയാ എന്ന് പറയുന്നത് ഏറ്റവും ഉന്നതൻ എന്നത്, ഏറ്റവും വലിയവൻ എന്നത് എന്റെ ഒരു തത്വത്തിൽപ്പെട്ടതാണ്. അത് നിങ്ങൾ ഒരിക്കലും എടുത്തഴിയാൻ പാടില്ല. അതുകൊണ്ടാണ് നമസ്കാരത്തിലുടനീളം നാം അല്ലാഹുവിനോട് ആ അംഗീകാരം ഏറ്റ് 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 പറയുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ബാങ്ക് കൊടുക്കുമ്പോൾ, ഇഖാമത്ത് കൊടുക്കുമ്പോൾ, നമസ്കാരത്തിൽ കൈകെട്ടുമ്പോൾ, നമസ്കാരത്തിന്റെ ഓരോ ചലനങ്ങളിലേക്കും നീങ്ങുമ്പോൾ, ഇല്ല അല്ലാഹുവേ, ഞാൻ ചെറുതാണ്, നീ മഹാനാണ്, ഞാൻ ചെറുതാണ്, നീ മഹാനാണ്, അതുകൊണ്ട് ഞാൻ വലുതാണ് എന്ന അഹങ്കാരത്തിന്റെ, അഹന്തയുടെ ചിന്തയും വർത്തമാനവും പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റിവെച്ചിട്ട് വിനയത്തിന്റെ ഒരു സ്വഭാവമാണ് നാം ഉൾക്കൊള്ളേണ്ടത്. നാം മനസ്സിലാക്കേണ്ടത്, നാം ചിലപ്പോൾ അവമതിച്ചു നിർത്തുന്ന, പരിഹസിച്ച് മാറ്റി നിർത്തുന്ന എത്രയോ ആളുകൾ ഉണ്ടാവും. അവരൊക്കെ നിങ്ങളെക്കാൾ, നമ്മെക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതരായിരിക്കും. അള്ളാഹുവിന്റെ അടുക്കൽ ആരാണ് സ്വീകാര്യമെന്ന് നമുക്കാർക്കും അറിയില്ല. പരിശുദ്ധ ഖുർആനിൽ നമുക്കൊരു ഭാഗം കാണാൻ സാധിക്കും, ലാ തസ്ഹർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. നമ്മൾ ധാരാളം സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. നമുക്ക് സംഘടനകൾ ഉണ്ടാവാം. ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, സാമൂഹിക നന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നന്മയുടെ ധാരാളം സംഘടനകൾ ഉണ്ടാകും. നമുക്കറിയാം, ഈ കൊച്ചു കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ഇടയില് ഇസ്ലാമികമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടനവധി സംഘടനകളുണ്ട്. ഓരോ സംഘടനകൾക്കും മദ്രസകളുണ്ട്, സിലബസുകളുണ്ട്, പള്ളികളുണ്ട്, അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ നടക്കുമ്പോഴും ഈ സംഘടനകളുടെ നേതൃത്വവും അനുയായികളും ചിന്തിക്കേണ്ട ഒരു ചിന്ത അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. കിബ്റില്ലാത്ത ഒരു ചിന്തയുണ്ടാവണം. ലാ തസ്ഹർ ഖൗമുൻ, ഒരു സംഘവും പരിഹസിക്കരുത്. ലാ തസ്ഹർ ഖൗമുൻ മിൻ ഖൗമിൻ, മറ്റൊരു സംഘത്തെ പരിഹസിക്കരുത്. അസാ അൻ യകൂനു ഖൈറൻ മിൻഹും, അസാ അൻ യകൂനു ഖൈറൻ മിൻഹും, ഈ സംഘത്തെക്കാൾ ആ സംഘം അല്ലാഹുവിന്റെ അടുക്കൽ ഉത്തമരായേക്കാം. അതുകൊണ്ട് റമദാനിലേക്ക് കടന്നു വരുമ്പോൾ വ്യക്തിപരമായും സംഘപരമായും നമുക്കൊരു വിവേചനവും ഉണ്ടാകാൻ പാടില്ല, ഒരു അപ്രമാദിത്വവും ഉണ്ടാവാൻ പാടില്ല. ഏതെങ്കിലും പണ്ഡിതന്മാർ, ഏതെങ്കിലും സംഘടനയുടെ നേതാക്കന്മാർ, അനുയായികൾ ഞങ്ങളുടെ സംഘടനയാണ് പൂർണ്ണതയുള്ളത്, സ്വർഗത്തിന് വേണ്ടിയുള്ളത്, നന്മയിലുള്ളത്, മറ്റുള്ളതെല്ലാം തെറ്റാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മെ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്, അങ്ങനെ നിങ്ങൾ ഒരിക്കലും പരിഹസിക്കരുത്, അവരെ അവമതിച്ച് മാറ്റി നിർത്തരുത്. പരിശുദ്ധ റമദാനിൽ അത് തിളങ്ങി വിളങ്ങി നമുക്ക് കാണാൻ ഒരു ദൃഷ്ടാന്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പള്ളികളെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പലപ്പോഴും സമൂഹത്തെ ഉപദേശിക്കാറുണ്ട്, നിങ്ങളിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആളുകൾ 5 വക്ത് നമസ്കാരത്തെ, നോമ്പിനെ, ഹജ്ജിനെ, അതുപോലെ നന്മകളെ ഒക്കെ പ്രേരിപ്പിക്കുന്ന മുഴുവൻ സംഘടനകളും അത് നന്മയ്ക്ക് വേണ്ടിയുള്ളവരാണ്,
നന്മ ചെയ്യുന്നവരാണ്. അവരെ ഒരിക്കലും നരകാവകാശികളായി, മുബുത്തദീകളായി, മുശ്രിക്കുകളായി നിങ്ങൾ മാറ്റി നിർത്തരുത്. അതിനൊരു വ്യക്തമായ തെളിവ് റമദാന്റെ അവസാനത്തെ 10 രാത്രികൾ നിങ്ങൾ ഒരു യാത്ര ചെയ്യണം. തൊട്ടടുത്ത പള്ളികളിൽ തറാവീഹ് നമസ്കരിക്കാൻ നിങ്ങൾ പോയാൽ ആ തറാവീഹ് നമസ്കാരത്തിന് ശേഷം ആ പള്ളികളിൽ അത് ചിലപ്പോൾ മുജാഹിദിന്റേതാവാം, ജമാഅത്തിന്റേതാവാം, AP വിഭാഗത്തിന്റേതാവാം, EK വിഭാഗത്തിന്റേതാവാം, സംസ്ഥാനത്തിന്റേതാവാം, ആരുടെ പള്ളിയും ആയിക്കോട്ടെ, നിങ്ങൾ അവിടെ ധാരാളം ആളുകളെ കാണാൻ സാധിക്കും. അവരവിടെ ഖുർആൻ ഓതുന്നുണ്ടാവും, അവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, അവർ തഹജ്ജുദ് നമസ്കരിക്കുന്നുണ്ടാവും, അവർ പല രീതിയിലുള്ള ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടാവും. പള്ളി അവരുടേതായതുകൊണ്ട് ആ ഇബാദത്ത് ചെയ്യുന്ന ആളുകളെയൊന്നും ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇവരൊക്കെ നരകത്തിലാണെന്ന് പറയാൻ നമുക്കാർക്കും കഴിയുകയില്ല. അതുകൊണ്ട് അവരൊക്കെ പുണ്യം നേടാൻ അവർ മനസ്സിലാക്കിയ ഇബാദത്തുകൾ കൊണ്ട് ആ പള്ളികൾ അലങ്കരിക്കുകയാണ്. അതുകൊണ്ട് ഒരു വിഭാഗത്തെയും നിങ്ങൾ അവമതിക്കരുത്. ലാ തസ്ഹർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. ഇവരിൽ ആരുടേതാണ് അല്ലാഹു സ്വീകരിക്കുന്നത് അറിയില്ല. ചില പള്ളികളിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടാവും. അവരവരുടേതായ പള്ളികളിൽ നിന്ന് അള്ളാഹുവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളത്തെ മോക്ഷത്തിന് വേണ്ടി അള്ളാഹുവിന്റെ മുന്നിൽ പ്രാർത്ഥിക്കുകയാണ്. ആരുടെ പ്രാർത്ഥനയാണ് സ്വീകരിക്കുന്നത് ആർക്കും അറിയില്ല. അതുകൊണ്ട് അഹങ്കാരം എന്നത് വ്യക്തിപരമായി ഒഴിവാക്കേണ്ടതുണ്ട്, സംഘടനാപരമായും നാം ഒഴിവാക്കേണ്ടതുണ്ട്. ആരാണ് പുണ്യവാനെന്ന് അള്ളാഹുവിന്റെ അടുക്കൽ അവൻ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്ക് നന്മകൾ ചെയ്യാം അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി, പാരത്രിക മോക്ഷത്തിന് വേണ്ടി. വ്യക്തിപരമായും കൂട്ടായും നന്മകൾ ചെയ്യുമ്പോൾ അതിന്റെ ഉറവിടം നമ്മുടെ ഹൃദയത്തിന്റെ നന്മകളിൽ നിന്ന്, ഹൃദയത്തിന്റെ വിശുദ്ധിയിൽ നിന്നാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ അഹങ്കാര വിമുക്തമായ തവാദുഇന്റെ ഉറവിടമായ ഹൃദയങ്ങളിലൂടെ റമദാനെ സ്വാഗതം ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും وعن جميع المؤمنين والمسلمين أجمعين فاستغفروه إنه هو الغفور الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما.